ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രിക പലഹാരമൊക്കെ ആയിട്ട് വന്ന സമയത്ത് പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക്, അതായത് പയ്യൻ്റെ അച്ഛനൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം പഴയകാല പലഹാരങ്ങളൊക്കെയാണ്. അത് കാണുന്ന സമയത്ത് മലരും സന്തോഷത്തോടെ വന്നിട്ട് ആഹാ കടലമിഠായി എന്നൊക്കെ പറഞ്ഞ് അവളും എടുത്ത് കഴിക്കുകയാണ്. പക്ഷെ അതൊന്നും ജാനകിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു വേലക്കാരിയുടെ മകൾ വന്നിട്ട് അവിടുന്ന് പലഹാരം എടുത്ത് കഴിക്കുന്നത് അവർക്കൊരു കുറച്ചിലായിരുന്നു. അതിനുശേഷം ചന്ദ്രിക എല്ലാവർക്കുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് പയ്യൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പലഹാരങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, ഒരു പഴയകാല പലഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ മഹേന്ദ്രൻ അത് കേട്ടപ്പോൾ പറയുന്നുണ്ട് പലഹാരം മാത്രമല്ല, ചന്ദ്രിക ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നല്ല രുചിയുള്ളതാണ്. അത് കേട്ട് ചന്ദ്രിക പുഞ്ചിരിക്കുകയാണ്. ആ സമയത്ത് പയ്യൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട് ഇതുപോലുള്ളൊരു വേലക്കാരിയെ കിട്ടാനും നമ്മളൊരു ഭാഗ്യം ചെയ്യണം. അത് കേട്ടതും മഹേന്ദ്രൻ്റെ മുഖം വാടുന്നുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും. അത് മേഘ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രികയ്ക്ക് അത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നുകയാണ്. അപ്പോൾ പയ്യൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരതിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ചന്ദ്രികയെ കൂടി ജോലിക്കാരിയായിട്ട് അയക്കാമോ? അത് കേട്ട സമയത്ത് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെ മുഖം വീണ്ടും ദേഷ്യത്തോടെയും സങ്കടത്തോടെയൊക്കെ ആവുകയാണ്. സ്വന്തം മകളെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അത് കേട്ട് പുഞ്ചിരിക്കുകയാണ്. പക്ഷേ ജാനകിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ചന്ദ്രിക എവിടെ പോയോ അവിടെയൊക്കെ മുടിഞ്ഞു പോകുന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് ജാനകി ചിന്തിക്കാറ്. പക്ഷേ മേഘ പെട്ടെന്ന് തന്നെ അവരോട് പറയാണ് ഓ തീർച്ചയായിട്ടും, അതിനെന്താ, ചന്ദ്രിക അങ്ങോട്ടേക്ക് ജോലിക്ക് അയക്കുന്നതിന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്ക് ആകെ ഒരു സങ്കടമാവുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ചന്ദ്രിക എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുമോളെ. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രിക എല്ലാവർക്കുള്ള ജ്യൂസായിട്ട് പോയിട്ട് മുത്തശ്ശിക്കും അമ്മക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് മലര് വീണ്ടും അതിലിരിക്കുന്ന ഒരു പലഹാരം നോക്കിയത്. ഹായ് എന്ന് പറഞ്ഞിട്ട് അവൾ ആ പലഹാരം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ചന്ദ്രികയാണെങ്കിൽ മലര് പിന്നിൽ വന്നത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ജ്യൂസുമായിട്ട് നേരെ അടുത്ത് പോയത് ജ്യോത്സ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയുടെ അടുത്തേക്കായിരുന്നു. ആ ജ്യൂസിൻ്റെ താല അവിടത്തേക്ക് നീട്ടിയ സമയത്ത് മലര് വന്നിട്ട് ചന്ദ്രികയുടെ കാലിൻ്റെ ഇടയിൽ തട്ടിയപ്പോൾ തന്നെ ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് ആ പാത്രം സ്ലിപ്പായിട്ട് ആ ജ്യോത്സ്യൻ്റെ മേലേക്കൊക്കെ വീഴുകയാണ്. അപ്പോൾ അയാളുടെ മേലെയാണ്, അയാൾ മടിയിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ആ ജാതകം എഴുതാനുണ്ടായിരുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ അയാളുടെ മടിയിലാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ സംഭവിച്ചുകൊണ്ട് ചന്ദ്രികയും വല്ലാതെ പരിഭ്രമിച്ചു പോവുകയാണ്. എല്ലാവരും ഒരുപോലെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, ചന്ദ്രിക ഉൾപ്പെടെ. മാത്രമല്ല പയ്യൻ്റെ അച്ഛൻ്റെ ദേഹത്തും ഒക്കെ ആ ജ്യൂസ് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അയാൾ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു കാര്യം നടക്കുന്നതിനിടയ്ക്ക് ഒരു അപശകുനായിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് കേട്ടതും ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. പക്ഷേ ജാനകിക്കാണെങ്കിൽ ചന്ദ്രികയെ കൊല്ലാനുള്ള ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ജ്യോത്സ്യർ പറയുന്നത് ജാതകത്തിൽ വെള്ളം വീണ് ജാതകത്തിൻ്റെ ആ പേപ്പറൊക്കെ നനഞ്ഞു പൊതിർന്നു എന്നുള്ളത്. അത് കേട്ടതും ചന്ദ്രിക ആകെ വല്ലാതാവുകയാണ്. അപ്പോൾ ജാനകിയാണെങ്കിൽ ചന്ദ്രികയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു മാനസികാവസ്ഥയിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രിക നോക്കുന്ന സമയത്ത് ജാനകി വല്ലാത്ത ദേഷ്യത്തോടെയാണ് തന്നെ കടുപ്പിച്ച് നോക്കുന്നത്. അവൾ വല്ലാതെ ഭയന്നിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് പയ്യൻ്റെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ജ്യോത്സ്യരോട് എന്താ പറഞ്ഞത്? ജാതകത്തിൽ വെള്ളം വീണ് ജാതകം പൊതിർന്നു പോയെന്നോ? ആ സമയത്ത് ജ്യോത്സ്യർ തിരിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ജാതകം അങ്ങനെ പൊതിർന്ന് നശിച്ചു പോകാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ അത് കുടുംബത്തിന് മോശമാണെന്നാണ് പറയാറ്. അത് കേട്ട സമയത്ത് ചെക്കൻ്റെ വീട്ടിലുള്ള വന്ന എല്ലാവരുടെയും മുഖം ആകെ മാറുകയാണ്. മാത്രമല്ല ആരതി ഉൾപ്പെടെ എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴാണ് ജ്യോത്സ്യർ പറയുന്നത് എന്തായാലും ഇപ്പോൾ നിശ്ചയത്തിനുള്ള നാൾ കുറിക്കണ്ട. അത് കേട്ടതും ആരതിയും ജാനകി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ച് ജ്യോത്സ്യരെ നോക്കുകയാണ്. ആ സമയത്ത് മഹേന്ദ്രൻ അവരോട് പറയുന്നുണ്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിനൊരു അപശകുനായിട്ട് കാണണ്ട സർ. അത് കേട്ട സമയത്ത് പയ്യൻ്റെ അച്ഛൻ ചന്ദ്രികയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ജ്യോത്സ്യർ മഹേന്ദ്രനോട് പറയാണ് ഇല്ല സർ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ ദൈവത്തിന് ആ കാര്യത്തിൽ താല്പര്യമില്ല എന്നാണ് അർത്ഥം. അത് കേട്ട സമയത്ത് ജാനകി വല്ലാത്തൊരു സങ്കടത്തോടെ അയാളെ നോക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യർ മഹേന്ദ്രനോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒന്നുകൂടി ഇത് ജാതകങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളോട് കാര്യങ്ങൾ പറയാം. അത് കേട്ടതും പയ്യനും ആരതിയും ആകെ ടെൻഷനായിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രിക എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് അറിയാതെ സംഭവിച്ചു പോയതാ, ദയവ് ചെയ്ത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അത് കേട്ടതും സിദ്ധാർത്ഥിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പയ്യൻ്റെ അച്ഛനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ ശ്രദ്ധയില്ലായ്മയാണ് ഇതുപോലൊരു കാര്യം സംഭവിച്ചത്.
ദയവ് ചെയ്ത് ധൃതി കൂട്ടി നിങ്ങളൊരു തീരുമാനം എടുക്കരുത്, ചന്ദ്രിക അവരോട് യാചിക്കുകയാണ്. ആ സമയത്ത് പയ്യൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്റെ ശ്രദ്ധയില്ലായ്മ ഞങ്ങൾ രണ്ട് കുടുംബക്കാരെയും തമ്മിൽ ചേരാൻ അനുവദിച്ചില്ല. ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആരതിയാണെങ്കിൽ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അവളിങ്ങനെ വീണ്ടും ദയാദാക്ഷിണ്യം എന്ന പോലെ അവരെ തന്നെ നോക്കുന്നുണ്ട്. ജാനകി അതുപോലെ തന്നെ യാചിക്കുന്ന രീതിയിൽ അവരെ നോക്കുന്നുണ്ട്. പക്ഷേ പയ്യൻ്റെ അച്ഛൻ അവസാന തീരുമാനം പറയാണ്, ഇല്ല ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അത് കേട്ട സമയത്ത് പയ്യനാണെങ്കിലും ആരതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമില്ല എന്നൊരർത്ഥത്തിൽ ആരതിയും സങ്കടത്തോടെ അവനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ജാനകി വന്നിട്ട് വീണ്ടും അവരോട് യാചിക്കുകയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ പോവരുത്. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ അവരോട് ജാനകിയോട് മാപ്പ് ചോദിക്കുകയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പോവുകയാണ്. അവരവിടുന്ന് പോവാൻ ഇറങ്ങിയപ്പോഴേക്കും മുത്തശ്ശൻ ഇടപെടുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്താ ഇത്, അറിയാതെയല്ലേ ജ്യൂസ് മേലയിലേക്ക് വീണത്, അത് നിങ്ങളൊരു അപശകുനായിട്ട് കണ്ടാലോ, ഇങ്ങനെയൊക്കെ ആയ എന്താ ചെയ്യുക. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ വീണ്ടും പറയാണ്, സോറി സാർ, ഞങ്ങളോട് ക്ഷമിക്കണം, ഇത് എന്തോ ശരിയായിട്ട് വരുന്ന ഞങ്ങൾക്ക് തോന്നുന്നില്ല. അയാൾ അവസാനമായിട്ട് എല്ലാവരോടും ഒന്നുകൂടെ പറയാണ്. ആ സമയത്ത് ആരതി സങ്കടത്തോടെ കരയുന്നുണ്ട്. പയ്യനും ആകെ സങ്കടമാവുകയാണ്, നിരാശനാവുകയാണ്. ഇതൊക്കെ താൻ കാരണം സംഭവിച്ചതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ചന്ദ്രിക ഭയത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് പയ്യൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ജാതകം തന്നെ ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് ഇതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയും അയാളോട് യാചിച്ചിട്ട് കാര്യമില്ല എന്ന് ബാക്കിയുള്ളവർക്കൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് വീണ്ടും, സർ, ഒരു വേലക്കാരി ചെയ്ത തെറ്റിന് എൻ്റെ മോളെ ശിക്ഷിച്ചിട്ട് എന്താ കാര്യം? ഇത് നിങ്ങൾക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവൾ ചെയ്ത തെറ്റിന് ഇവളെ കൊണ്ട് ഞാൻ നിങ്ങളുടെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിപ്പിക്കാം. ജാനകി ചന്ദ്രികയോടുള്ള മുഴുവൻ വെറുപ്പോടു കൂടിയാണ് സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. അദ്ദേഹത്തോട് ജാനകി വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. ചന്ദ്രിക എന്തിനും റെഡിയാണെന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്, കാലിൽ വീണെങ്കിൽ വീഴാന്നുള്ളൊരവസ്ഥയിൽ. പക്ഷേ ജാനകി അത് പറഞ്ഞത് കേട്ടതും മഹേന്ദ്രനും ലക്ഷ്മിയും ഒരുപോലെ ഞെട്ടലോടെ നോക്കുകയാണ്. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥിനും. കാരണം അമ്മ അങ്ങനെ പറയുന്ന അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വെറുപ്പോടുകൂടി ചന്ദ്രികയോട് ജാനകി പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേ. അത്ര ആളുകളുടെ മുന്നിൽ അപമാനഭാരത്തോടെ ചന്ദ്രിക തലതാഴ്ത്തി നിൽക്കുകയാണ്. ആ സമയത്ത് പയ്യൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, എന്തായാലും ഞങ്ങൾ പോവുകയാണ്, ആരും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, വാ പോവാം, അദ്ദേഹം തൻ്റെ കുടുംബത്തോടായിട്ട് പറയാണ്. ആ സമയത്ത് പയ്യൻ ആരതിയെ തന്നെ നോക്കിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. കാരണം അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പിരിയാന്നുള്ളത് ആ ഒരു കുറഞ്ഞ നേരത്തേക്കാണെങ്കിലും വല്ലാതെ വിഷമമുണ്ടാക്കിയൊരു കാര്യം തന്നെയായിരുന്നു. തൻ്റെ കൺമുന്നിൽ നിന്ന് നല്ലൊരു ജീവിതം തട്ടിമാറ്റിപ്പെട്ട് പോകുന്നത് കണ്ടിട്ട് ആരതി സങ്കടം സഹിക്കാനാവാതെ നിൽക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയും അതുപോലെ സിദ്ധാർത്ഥും ജാനകിയും ഒക്കെ വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ പോവാതെ അമ്മ എന്നൊക്കെ ആ പയ്യൻ്റെ മുത്തശ്ശിയോടും അതുപോലെ അമ്മയോടും ഒക്കെ ആയിട്ട് യാചിക്കുകയാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആരതിയാണെങ്കിൽ ആകെ തകർന്ന് അവിടെ സോഫയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാനകിയാണെങ്കിൽ അവർ പോയ ഭാഗത്തേക്ക് തന്നെ മിഴികൾ അയച്ച് നിറഞ്ഞ കണ്ണുകളോട് ഇരിക്കുകയാണ്, നല്ലൊരു ബന്ധം മകൾക്ക് നഷ്ടപ്പെട്ടത് ആലോചിച്ചിട്ട്. ആ സമയത്ത് സിദ്ധാർത്ഥും മേഘയും അതുപോലെ ലക്ഷ്മിയും ഒക്കെ ആരതി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അതൊന്നും ആശ്വാസം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ താൻ കാരണം സംഭവിച്ചാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ചന്ദ്രിക ഇങ്ങനെ സങ്കടത്തോടെ അപമാനത്തോടെയും തലതാഴ്ത്തി നിൽക്കുകയാണ്. ആ സമയത്ത് മഹേന്ദ്രന് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ജാനകി രണ്ടുപേരെ മാറി മാറി നോക്കുന്നത്, മലറിനെയും അതുപോലെ ചന്ദ്രികയും. മലരാണെങ്കിൽ ആ എടുത്ത പലഹാരം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ട സമയത്ത് ജാനകിക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ട് അവർ മലറിൻ്റെ കയ്യിൽ നിന്നും ആ പലഹാരം അവിടെ നിലത്ത് തട്ടിയിടുകയാണ്, ദേഷ്യത്തോടും വെറുപ്പോടും കൂടി. അത് കണ്ട ഷോക്കിലാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് നോക്കുന്നത്. അപ്പോൾ മഹേന്ദ്രനൊക്കെ പറയുന്നുണ്ട്, ഏയ് എന്താ ജാനകി ഇത് എന്ന്. സിദ്ധാർത്ഥും വേഗം പറയാണ്, അമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മ എന്താ ഈ ചെയ്യുന്നത്? അപ്പോഴേക്കും മലർ പേടിച്ചുകൊണ്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് പോയിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. ജാനകിക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അത്രയേറെ ദേഷ്യത്തിലാണ് അവരുണ്ടായിരുന്നത്. അവർ സിദ്ധാർത്ഥിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, വായ് മൂടിക്കോ, നാശങ്ങൾ എവിടുന്ന് വന്നെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് മലറിനെയും ചന്ദ്രികയും വെറുപ്പോടെ നോക്കുകയാണ്. മലരാണെങ്കിൽ പേടിയോടുകൂടി കരഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചന്ദ്രിക ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം തൻ്റെ മകളെക്കുറിച്ചാണ് ജാനകി സംസാരിക്കുന്നത്. ജാനകി വെറുപ്പോടുകൂടി മലറിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, എൻ്റെ മോക്ക് നല്ലൊരു വിഷയം നടക്കുന്ന സമയത്ത് ഇടയിൽ കയറി വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി, നാശങ്ങൾ. ചന്ദ്രയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. കാരണം അവളുടെ മകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അത്രയും വെറുപ്പോടും പുച്ഛത്തോടും കൂടിയാണ് ജാനകി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അമ്മ എന്ന നിലയ്ക്ക് സഹിക്കാനാവാതെ ചന്ദ്രിക സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ എൻ്റെ കുട്ടിയെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സമയത്ത് മലറിനോടുള്ള സർവ്വ ദേഷ്യവും ചന്ദ്രികയോടുള്ള സർവ്വ വെറുപ്പും വെച്ചിട്ട് ജാനകി ചന്ദ്രികയുടെ കവിളിൽ നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ഞെട്ടിത്തരിച്ചു നിന്നു. കാരണം ജാനകി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
മഹേന്ദ്രനും ലക്ഷ്മിയും അതുപോലെ സിദ്ധാർത്ഥും മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ മേഘയുടെ ഉള്ളിൽ മാത്രം ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മഹേന്ദ്രനെ അറിയാതെ വിളിച്ചു പോവുകയാണ്, ജാനകി. പക്ഷെ അതൊന്നും കേട്ട ഭാവം പോലും വെക്കാതെ ചന്ദ്രികയോട് ദേഷ്യത്തോടെ ജാനകി പറയുന്നുണ്ട്, ഓ, നിന്റെ മോളെ പറഞ്ഞപ്പോൾ നിനക്ക് സഹിക്കാനാവുന്നില്ലേ? ഇത് അവസാനത്തേതും ആദ്യത്തേതും ആയിരിക്കട്ടെ. ഇനി ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ പല കാര്യങ്ങളും നടക്കും. അതിനുള്ളിൽ നീ വരരുത് ചന്ദ്രികയെ. വെറുപ്പോടുകൂടിയാണ് ജാനകി സംസാരിക്കുന്നത് ചന്ദ്രികയോട്. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിൽ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് സിദ്ധാർത്ഥും മഹേന്ദ്രനും ലക്ഷ്മിയും ഒക്കെ. ചന്ദ്രിക ഒന്നും പറയാതെ അപമാനഭാരത്തോടെ നിൽക്കുകയാണ് അവരുടെ ആ വഴക്ക് മുഴുവൻ കേട്ടിട്ട്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, വന്നവരാരാണെന്ന് നിനക്കറിയോ? ഞങ്ങളെക്കാളും 2 മടങ്ങ് കോടീശ്വരരായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള അവർ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. എന്നിട്ട് നീ എന്താ ചെയ്തത്? അവരുടെ മേലെ ജ്യൂസ് കൊണ്ടുപോയി ഒഴിച്ച് ആ കല്യാണം തന്നെ മുടക്കിയില്ലേ? ചന്ദ്രിക സങ്കടത്തോടെ വിളിക്കുന്നുണ്ട്, അമ്മ ഞാൻ അറിയാതെ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ? നിന്റെ ജോലി കഴിഞ്ഞതും പുറത്തു പോയിട്ട് തിണ്ണലിരിക്കുകയല്ലേ വേണ്ടത്? സ്വന്തം മകളെക്കുറിച്ച് അത്രയേറെ ജാനകി പറഞ്ഞിട്ടും ഒന്നും പ്രതികരിക്കാനാവാതെ നിൽക്കുകയാണ് ലക്ഷ്മിയും മഹേന്ദ്രനും. അപ്പോൾ ജാനകി വെറുപ്പോടെ പറയുന്നുണ്ട്, അതല്ലാതെ എന്ത് കാര്യത്തിനും ഈ വീട്ടിൻ്റെ നടുവിൽ വന്നിട്ട് നീ നിൽക്കും? ചന്ദ്രികയും മലരും നാണക്കേടോടുകൂടി അവിടെ നിൽക്കുകയാണ്. മഹേന്ദ്രൻ ഇടപെടാൻ ശ്രമിക്കുകയാണെങ്കിലും ജാനകി പറയുന്നുണ്ട്, ഏട്ടാ, ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. ഇവർ രണ്ടുപേരും കാരണം നശിച്ചു പോയത് എൻ്റെ മോളുടെ ജീവിതമാണ്. ഇവരെ രണ്ടുപേരെയും വെക്കേണ്ട സ്ഥാനത്ത് വെക്കണമായിരുന്നു. മേഘയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ചന്ദ്രിക നാണക്കേടോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, വെക്കേണ്ട ആൾക്കാരെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കണം. തെരുവിൽ കിടന്ന പട്ടികളെ കൊണ്ടുവന്ന് വീട്ടിൽ വലിയ സ്ഥാനം കൊടുത്തു. അതാ നമ്മൾ ചെയ്ത തെറ്റ്. ചന്ദ്രിക അപമാനത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ആരും ഒന്നും ചന്ദ്രികയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല, സിദ്ധാർത്ഥ് ഉൾപ്പെടെ. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, നായയെ കൊണ്ടുവന്ന് നടുക്കടലിൽ നിർത്തിയാലും അതിന് കുടിക്കാൻ പറ്റുന്നത് പോലെ വെള്ളം നക്കിയേ കുടിക്കൂ. ജാനകിയുടെ ഓരോ വാക്കുകളും ചന്ദ്രികയെ കീറി മുറിച്ചുകൊണ്ടാണ് പറയുന്നത്. ആരും ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അപമാനഭാരത്തോടെയാണ് ചന്ദ്രിക അവിടെ നിൽക്കുന്നത്. അപ്പം ജാനകി വെറുപ്പോടെ പറയുന്നുണ്ട്, എൻ്റെ മോക്ക് നടക്കേണ്ട ഒരു നല്ല കാര്യത്തെ നിർത്തിയില്ലേ? സന്തോഷമായിരിക്കൂലേ? ചന്ദ്രിക സങ്കടം സഹിക്കാനാവാതെ കരയാണ്. ആ സമയത്ത് ജാനകി പരിഹസിക്കുന്നുണ്ട്, ഇതാ ഈ പലഹാരമൊക്കെ എടുത്തുകൊണ്ട് പോയി നീയും നിൻ്റെ മോളും തിന്ന്. ഇതുപോലെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ വിധിക്കാത്തവളൊക്കെ വീട്ടിൽ വെച്ചാൽ അത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെയാണ് ബാധിച്ചത്. ജാനകി പറയുന്നത് കേട്ട് ചന്ദ്രിക സഹിക്കാനാവാതെ കരയാണ്. പക്ഷെ ആരും ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും ശബ്ദിക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് ചന്ദ്രികയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിന്നെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ആദ്യം വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. ജാനകി പലതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ചന്ദ്രികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീയും നിൻ്റെ മോളും എന്ന് ഈ വീട് വിട്ട് പോകുന്നോ അന്നാണ് എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. സിദ്ധാർത്ഥിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ജാനകി അത് പറയുന്നത്. അതിനുശേഷം ചന്ദ്രികയോട് വെറുപ്പോടെ പറയുന്നുണ്ട്, എൻ്റെ കണ്ണു മുന്നിൽ നിൽക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോ ഇവിടുന്ന്. അപ്പോൾ മലര് സങ്കടത്തോട് ചോദിക്കുകയാണ്, ഞാനല്ലേ അത് കളഞ്ഞത്, അതിന് എൻ്റെ അമ്മ എന്തിനിങ്ങനെ വഴക്ക് പറയുന്നത്? അപ്പോൾ ജാനകി ദേഷ്യത്തോടെ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഓ, നിന്റെ അമ്മയെ പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? കുഞ്ഞിനോട് പോലും ജാനകി അങ്ങനെ പെരുമാറുന്നത് കണ്ടപ്പോൾ മഹേന്ദ്രൻ വിളിക്കുന്നുണ്ട്, ജാനകി. അപ്പോൾ ജാനകി വെറുപ്പോടെ പറയാണ്, നമ്മുടെ അർഹതയ്ക്ക് ചേരാത്ത ആൾക്കാരെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നാൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. എന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ആദ്യം നിന്റെ മോളെയും കൂട്ടി നീ ഇവിടുന്ന് പുറത്തേക്ക് പോ. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കിയിട്ട് ജാനകിയോടായിട്ട് പറയാണ്, അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, മാപ്പ് തരണം അമ്മ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പുകയാണ്. പക്ഷേ അതും ജാനകി വെറുപ്പോടെയാണ് കാണുന്നത്. എന്നിട്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ചന്ദ്രിക വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് ജാനകിയോട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ജാനകി ഇത്? ചന്ദ്രിക അറിയാതെ സംഭവിച്ചു പോയതല്ലേ, അതിനിങ്ങനെ വായിൽ വന്നതുപോലെ ഒക്കെ വിളിച്ചു പറയണോ? അപ്പോൾ ജാനകി ദേഷ്യത്തോടെ ഏട്ടനോട് പറയാണ്, ഏട്ടാ, എൻ്റെ മോക്ക് കിട്ടേണ്ടിയിരുന്നൊരു നല്ല ജീവിതത്തെയാണ് അവൾ നശിപ്പിച്ചിട്ട് പോയത്. അവളെ ഞാൻ എടുത്തിട്ട് കൊഞ്ചിക്കണമായിരുന്നോ? ഇവളെപ്പോലെ നശിച്ച ജീവിതങ്ങളൊന്നും നമ്മളെ വീട്ടിൽ വെക്കാൻ പാടില്ല. അത്രയ്ക്കും വെറുപ്പുണ്ടായിരുന്നു ജാനകിയുടെ ശബ്ദത്തിൽ. ചന്ദ്രികയാണെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിയിട്ട് വളരെ ധൃതി പിടിച്ചിട്ടാണ് തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് ജാനകി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ആദ്യം അവളെ ഈ വീട് വിട്ടൊന്ന് പറഞ്ഞേക്കേട്ടാ, നമുക്കെന്താ അവളല്ലെങ്കിൽ വേറെ ജോലിക്കാരിയെ കിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോവുകയാണ്. വളരെയധികം സങ്കടത്തോടെയാണ് ലക്ഷ്മിയും മഹേന്ദ്രനും അത് കേട്ട് നിൽക്കുന്നത്. അപ്പം മുത്തശ്ശൻ മഹേന്ദ്രയോട് പറയുന്നുണ്ട്, അത് വിട്ടേക്ക് മഹേന്ദ്ര, ജാനകി എന്തോ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോയതാണ്, അല്ലാതെ ചന്ദ്രികേൻ്റെ മേലെ തെറ്റൊന്നുമില്ല. പക്ഷേ പയ്യൻ്റെ വീട്ടുകാരെന്തോ ജ്യോത്സ്യവും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. ചെറിയൊരു കാര്യത്തെപ്പോലും ഇത്ര വലുതാക്കിയിട്ട് ഈ ഒരു ബന്ധം തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോയത്. അവരെന്തായാലും നമുക്ക് സെറ്റ് ആവില്ല മഹേന്ദ്ര.
അപ്പോൾ സിദ്ധാർത്ഥ് ആരതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നമുക്ക് നമ്മുടെ ആരതി മോക്ക് വേറെ നല്ലൊരു വിവാഹാലോചന നമുക്ക് നോക്കാം. പക്ഷെ അത് കേട്ട സമയത്ത് ആരതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയും മഹേന്ദ്രൻ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ടായിരുന്നു. കാരണം തങ്ങളുടെ മകളെക്കുറിച്ചാണ് ഇത്രയേറെ അവിടെ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ചന്ദ്രികയാണെങ്കിൽ മലറിനെയും കൂട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് പുസ്തകങ്ങൾ എടുത്തു കൊടുത്തിട്ട് മലറിനോട് ഹോംവർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അവൾ പോയി അവിടെ നിലത്തിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ജാനകി പറഞ്ഞ ഓരോരോ വാക്കുകൾ. നിന്റെ ജോലി കഴിഞ്ഞാ പുറത്തു പോയിട്ട് ഇരിക്കുകയല്ലേ വേണ്ടത്, അതല്ലാതെ വീട്ടിൻ്റെ നടുവിൽ വന്ന് നിൽക്കും. അവൾക്ക് അത്രയേറെ സങ്കടം തോന്നുകയാണ്. നിന്നെപ്പോലെ കല്യാണം നശിച്ചൊരുത്തിയൊക്കെ ഈ വീട്ടിലുണ്ടായാൽ എൻ്റെ മക്കളുടെ ജീവിതത്തെയാണ് അതൊക്കെ ബാധിക്കുക. നീയും നിൻ്റെ കുട്ടി എന്ന് ഈ വീട് വിട്ടു പോകുന്നോ അന്നേ എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. അതൊക്കെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. അവൾ സങ്കടത്തോടു കൂടി അതൊക്കെ ആലോചിച്ചിരിക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.